ഇന്ന് രാവിലെ മോൻക്ക് ക്യാമ്പ് ഉണ്ടായിരുന്നു, ഫുട്ബോൾ ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മോനെ അവിടെ കൊണ്ടാക്കി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി എല്ലാവരും കഴിച്ച് കഴിഞ്ഞ്, ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പോയത് ഈ താമരക്കായൽ കാണാനായിട്ടോ. വിശാലമായ ഒരു താമരക്കായലാണ് കേട്ടോ. ഒരുപാട് സ്ഥലങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന താമരകളൊക്കെ ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തിരുനാവായ എന്നൊക്കെ അല്ലേ? തിരുനാവായ ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ തിരുനാവായ പുത്തനത്താണി ഭാഗത്തേക്ക് വരുന്ന ഭാഗത്താണ്. ഒരുപാട് ഏക്കറുകളോളം ഉള്ള ഒരു പാടാണ് കേട്ടോ, അതായത് ഒരു കായൽ. അപ്പോൾ അവിടെ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് പൂക്കൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ നമ്മൾ പോയ സമയത്ത് അധികം പൂക്കളൊന്നുമില്ല. പിന്നെ ഉള്ള പൂക്കളൊക്കെ അവർ പറിച്ചെടുത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രണ്ടുപേരും അവിടെ ദൂരെ തോണിയിൽ കാണുന്നുണ്ട് കേട്ടോ. ഈ ഭാഗത്തൊന്നും അധികം ആഴമില്ല എന്നാണ് പറഞ്ഞത്, പക്ഷേ കുറച്ച് അകലെയൊക്കെ നല്ല ആഴമുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിത് അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ താറാവുകളൊക്കെ നീന്തുന്നുണ്ടായിരുന്നു. പക്ഷേ നല്ല രസമല്ലോ ഇങ്ങനെയൊക്കെയുള്ള ഭാഗത്ത് നമ്മൾ കുറച്ച് സമയം പോയി നിൽക്കുമ്പോൾ ഒരു മനസ്സിന് നല്ലൊരു സുഖമുള്ള കാഴ്ചയാണ് കാണാൻ. ഇപ്പോൾ പാടത്തായാലും പുഴയിലാണെങ്കിലും അങ്ങനെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നല്ലൊരു മനസ്സിനൊരു സുഖമുള്ള ഒരു ഓർമ്മയല്ലേ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പോയതുകൊണ്ട് തന്നെ കുറേ താമരകളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നത് ദൂരെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ, അടുത്തൊന്നും ഇല്ല എന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ആളുകൾ പൊട്ടിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവരിങ്ങോട്ട് എത്തുന്നത് പോകുമ്പോൾ നമ്മൾ പോന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പൊട്ടിച്ച് വെച്ച് കുറച്ച് താമരകളും താമരമൊട്ടുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളത് കണ്ടു. പിന്നെ അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് കുറച്ച് താമരകളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. എത്ര വേണമെങ്കിലും നിങ്ങൾ എടുത്തോളൂ പറഞ്ഞു. നമുക്ക് അധികം ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പിന്നെ അവർക്കിത് ആട് വളർത്തലുണ്ട് കണ്ടോ. അപ്പോൾ അവർ കുറേ പുല്ലൊക്കെ അരിഞ്ഞ് അതിനെ നോക്കുന്നുണ്ട്. അത് നമുക്ക് തന്ന താമരകളാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് കുപ്പിയിലിട്ട് വെച്ച്, കുപ്പിയിലല്ല ഒരു പാത്രത്തിലിട്ട് വെച്ച്, നല്ല ഭംഗിയില്ലേ കാണാൻ.